ഇത് പിണറായി വിജയന്റെ മകൾ കോടിക്കണക്കിന് രൂപ വാങ്ങിയതിന് പ്രത്യേകിച്ച് സേവനമൊന്നും നൽകിയില്ല എന്ന് പറയുമ്പോൾ ആ പണം കൊടുത്തത് അതിൻ്റെ എത്രയോ ഡീറ്റെയിൽ ആയിട്ടുള്ള മൊഴികൾ വന്നിരിക്കുന്നു. ഞങ്ങൾ പരിസ്ഥിതിയെ മലിനീകരിക്കുന്ന ഒരു കമ്പനിയാണ് നടത്തുന്നതെന്നും അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ കൊടുക്കേണ്ടി വരുമെന്നും എന്നവർ പറഞ്ഞതിന് ശേഷം കൊടുത്ത പൈസയാണിത്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. വീണ വിജയന്റെ പിതാവ് അച്ഛൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ടും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചുമതല ഉണ്ടായിരുന്ന മന്ത്രി എന്ന നിലയിലും അവർക്ക് അവരുടെ സുഗമമായ ബിസിനസ് നടത്തിപ്പിന് വേണ്ടി കൊടുത്ത പൈസയാണ്. അപ്പൊ അങ്ങനെയാണ് പിണറായി വിജയന്റെ അകത്ത് വരുന്നത്. അത് വളരെ സിമ്പിൾ ആൻഡ് ക്ലിയർ ആണ്. പിന്നെ അല്ലാതെ ഇവിടെ സഖാവ് ജയരാജൻ പറയുന്ന പോലെ ഈ വീണ തൈക്കണ്ടിയുടെ എക്സ്പെർട്ടൈസ് കണ്ട് അവരുടെ കമ്പനി തീരുമാനം അങ്ങനെ പോരാ സഖാവേ. അഴിമതി കൊടുക്കുന്ന പണം കൊടുക്കണവനും വാങ്ങണവനും തമ്മിൽ പരാതി ഇല്ലാന്ന് ഓർത്തുകൊണ്ട് അവിടെ അഴിമതി അല്ലാതാവുമോ? കൊടുക്കണവന് ഇത്രയും കൊടുത്താൽ മതി, കിട്ടിയവൻ ഇത്രയും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് അഴിമതി അല്ല എന്നാണോ? അങ്ങേപ്പോലെ ഒരാൾ ഇങ്ങനെ വന്നിരുന്ന് പറയേണ്ട ഗതികേട് ഈ രാജ്യത്തുണ്ടായില്ല, അല്ലെങ്കിൽ പാർട്ടിക്ക് ഉണ്ടായില്ലോ, അങ്ങേയൊക്കെ ഉണ്ടായില്ലോ എന്ന് ഓർത്തുകൊണ്ട് എനിക്ക് അങ്ങോട്ട് സഹതാപം മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ കാര്യത്തിൽ ആക്ഷേപം പറഞ്ഞല്ല അവിടെ ഇരിക്കട്ടെ. ഞാൻ അദ്ദേഹത്തോട് വളരെ സ്ട്രെയിറ്റ് ആയിട്ടൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുക. അങ്ങ് ഇപ്പം പറഞ്ഞത് ജനകീയനായ ഒരു നേതാവിന് നേരെ ഇതുപോലുള്ള ഒരു അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായ ഒരു പ്രതികരണം ആണ് ഉണ്ടായത്, അല്ലെങ്കിൽ അങ്ങനെ ആ നിലയിൽ പ്രതികരണം ഉണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ ജനകീയനായ നേതാവിനെതിരെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതികരണമാണെന്ന് പറഞ്ഞു. ഞാൻ അങ്ങയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സമാനമായ കാര്യം കോടിയേരി ബാലകൃഷ്ണൻ്റെ കാര്യത്തിലുണ്ടായപ്പോൾ, കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനുമായി ബന്ധപ്പെട്ട് EDയുടെ അന്വേഷണം വന്നപ്പോൾ അങ്ങ് ഇന്ന് ന്യായീകരിക്കുന്ന ഇതേ നേതാവ് പറഞ്ഞത് അങ്ങ് ഓർക്കണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല, ഞാൻ അങ്ങ് ഓർമ്മിപ്പിക്കാം. EDയുടെ കയ്യിൽ എന്താ, അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളുടെ കയ്യിൽ എന്താണ് ഉള്ളതെന്ന് അറിയില്ലല്ലോ. അതറിഞ്ഞിട്ടല്ലേ ആ കാര്യത്തിൽ പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ആ നിലയ്ക്ക് പോകാൻ പറ്റുള്ളൂ. രാജ്യത്ത് നിയമ സംവിധാനമുണ്ട്. നിയമ സംവിധാനത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പിന്നാലെ പറയാം എന്ന് പറഞ്ഞ ഇന്ന് അങ്ങ് ന്യായീകരിക്കുന്ന പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ കാര്യത്തിൽ CPMനും അങ്ങേക്കും അങ്ങയുടെ പാർട്ടിക്കും ഇതായിരുന്നു നിലപാടെങ്കിൽ, പിണറായി വിജയൻ്റെ മകളുടെ കാര്യം വരുമ്പോൾ ജനകീയനായ നേതാവാണ് എന്ന് പറഞ്ഞ് ഇതുപോലൊരു പ്രതികരണത്തിന് മുതിരുമ്പോൾ മൺമറഞ്ഞു പോയ കോടിയേരി ബാലകൃഷ്ണൻ അതുപോലെ ജനകീയനായ നേതാവല്ലായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു പ്രിവിലേജും ഈ ഒരു സ്റ്റേച്ചറും ഈ ഒരു ട്രീറ്റ്മെൻറ്റും കൊടുക്കാൻ പാർട്ടി തയ്യാറല്ലായിരുന്നു എന്നാണോ അതിൻ്റെ അർത്ഥം? അത് പിണറായി വിജയന് മാത്രമായി പ്രത്യേകമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതായിരുന്നു. കോടിയേരി ബാലകൃഷ്ണനുള്ള നീതി അല്ല പിണറായി വിജയനുള്ളത്, പിണറായി വിജയനുള്ള നീതിയല്ല കോടിയേരി ബാലകൃഷ്ണൻ അർഹിക്കുന്നത് എന്നാണോ അങ്ങയുടെ പാർട്ടിയുടെയും അങ്ങയുടെയും അഭിപ്രായം എന്നറിയാൻ താല്പര്യമുണ്ട്. കാരണം ഈ അങ്ങ് പറഞ്ഞ പാരാമീറ്റേഴ്സ് ഞങ്ങളൊക്കെ പുറത്തുനിന്ന് കാണുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് കോടിയേരി ബാലകൃഷ്ണൻ വലിയൊരു നേതാവായിരുന്നു എന്നാണ് ഞങ്ങളൊക്കെ കണ്ടിരിക്കുന്നത്, തോന്നിയിരിക്കുന്നത്. അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹം മുഖ്യമന്ത്രി ആയിട്ടില്ല, പക്ഷെ അദ്ദേഹം ഒരു ജനകീയ പിന്തുണ, ജനകീയ അടിത്തറയുള്ള നേതാവായിരുന്നൊക്കെയാണ് ഞങ്ങൾക്ക്. അതിന് തെറ്റിദ്ധാരണയാണെങ്കിൽ അങ്ങ് മാറ്റിത്തരണം. അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് കോടിയേരിയുടെ കാര്യത്തിൽ ആ സമീപനം സ്വീകരിച്ചത് എന്നുണ്ടോ എന്ന് അങ്ങയിൽ നിന്ന് കേൾക്കാൻ എനിക്കൊരു താല്പര്യമുണ്ടായിരുന്നു. ഞാൻ ജയരാജൻ സഖാവിന് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും എന്നെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ ജനകീയനായ നേതാവല്ലായിരുന്നു എന്ന് പറയാനുള്ള ത്രാണി അങ്ങയുടെ നാക്കിനില്ലാത്തതുകൊണ്ടാണ് ആ മറുപടി പറയാൻ കഴിയാത്തത്. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ഒരു നീതി, പിണറായി വിജയന്റെ മകൾക്ക് മറ്റൊരു നീതി, അതാണ് ഈ പാർട്ടിക്ക് നടക്കുന്നതെന്ന് കണ്ട് മിണ്ടാതിരിക്കുന്ന, ശ്രദ്ധിക്കാൻ കഴിയാത്ത ആയിരക്കണക്കിന് സഖാക്കന്മാരുണ്ട്. അതിൽ ആ എണ്ണത്തിൽപ്പെട്ട ആളാണ് അങ്ങും എന്നെനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമായി. അങ്ങയുടെ ഭാഗത്ത് നിന്ന് കൺവിൻസിംഗ് ആയിട്ടുള്ള മറുപടി ഉണ്ടായില്ല. പിന്നെ ഞാൻ ശരിയാണ് സഖാവേ, ഞാനൊരു കാര്യത്തിൽ കേസ് നടത്തിയിട്ടുണ്ട്. ആ കേസ് നടത്തി എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ ഒരുപാട് കേസുകൾ, ഒരുപാട് ആരോപണങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ CPMന്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ മറ്റു നേതാക്കന്മാരും ഉന്നയിച്ചിട്ടുണ്ട്. അതിന് ശേഷം വരുമ്പോൾ അവരെല്ലാം തമ്മിൽ സെറ്റിലായി ഈ നാട്ടിലുള്ള ഒരുപാട് പേര് പറയും. അവർ പറയും ഇതൊക്കെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്ന്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യത്തിന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നുകൊണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ആ കാര്യം സുപ്രീം കോടതിയിൽ ഫൈറ്റ് ചെയ്തു. ഒരു കാര്യം അങ്ങ് ഒന്ന് മനസ്സിലാക്കിയോ? ഒരു കേസ് കൊണ്ട് അങ്ങ് ശാന്തമായിട്ട് കേൾക്കാം, അങ്ങ് ശാന്തമായിട്ട് കേൾക്കാം. ഒരു കേസ് കൊണ്ടെല്ലാം അവസാനിച്ചു എന്നും കരുതണ്ട. ഞങ്ങളൊക്കെ നിയമം പഠിച്ചിട്ടുള്ളൂ, നിയമം പ്രാക്ടീസ് ചെയ്യുന്നവരുമാ. അങ്ങും ഇത് കുറച്ചൊക്കെ കണ്ടിട്ടില്ലേ? അതുകൊണ്ട് ഒരു കേസ് നടത്തിയത് കൊണ്ട് അതുകൊണ്ട് അതിന്റെ എല്ലാം അന്ത്യമായി എന്ന് വിചാരിക്കരുത്. നിങ്ങൾ കുറച്ചുകൂടി ശാന്തമായി വെയിറ്റ് ചെയ്യൂ. അങ്ങ് പറഞ്ഞ എന്താണ്? ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ടിന്റെ പേരിൽ പിണറായി വിജയന്റെ മകൾ കോടിക്കണക്കിന് രൂപ വാങ്ങിയതിനെ ന്യായീകരിക്കണം എന്നല്ലേ അങ്ങ് പറഞ്ഞത്? സഖാവായ കമ്മ്യൂണിസ്റ്റായ P. ജയരാജൻ പറഞ്ഞത്. അങ്ങ് തന്നെ വന്നിരുന്ന് ന്യായീകരിക്കണം ഇതുപോലുള്ള കാര്യങ്ങൾ. അതായത്
സോഫ്റ്റ്വെയർ ഇവിടെ മാർക്കറ്റിൽ പോയി 4000 രൂപയ്ക്കും 3000 രൂപയ്ക്കും 2000 രൂപയ്ക്കും കിട്ടുന്ന സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയറിന്റെ ആനുവൽ മെയിൻ്റനൻസിന് കോടിക്കണക്കിന് രൂപ കൊടുക്കണമെന്ന് പറയുന്നത് അത് ന്യായീകരിക്കേണ്ടതാണെന്ന് പി ജയരാജനെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാർ തന്നെ വന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയട്ടെ. അതാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇ ഡിയെ സംബന്ധിച്ച് കേൾക്കാം ഞാൻ പറഞ്ഞില്ലേ, ഇ ഡി അന്വേഷണത്തെ സംബന്ധിച്ച് അങ്ങ് പറഞ്ഞ കാര്യം, ഇപ്പോ റെയ്ഡ് നടത്തിയിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അങ്ങേപ്പോലൊരു പരിണിതപ്രജ്ഞനായ ഒരു നേതാവ് ഈ ഇ ഡി അവിടെ നിൽക്കുന്ന ആളുകളോട് എന്തെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞിട്ടാണോ പോണത്? ഈ റെയ്ഡില് എന്ത് സാധനം കിട്ടി എന്ത് സാധനം കിട്ടിയില്ല എന്ന് കോടതിയിലെ പറയാൻ കഴിയും. പിന്നെ അങ്ങ് പറഞ്ഞില്ല, അങ്ങ് പറഞ്ഞ എത്രയോ കാര്യങ്ങള് കാര്യങ്ങൾ വെച്ചിട്ട് അങ്ങേപ്പോലുള്ള ഒരാൾ സംസാരിക്കരുത്. ബാക്കിയുള്ള ആള് സംസാരിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് ഇവിടെ പിണറായി, പിന്നെ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഈ കേസിൽ സ്ഥാനത്ത് വരുന്നത്? ഞാൻ പറയാം. പിണറായി വിജയൻ പ്രതിസ്ഥാനത്ത് വരുന്നത് വീണ വിജയൻ അല്ലെങ്കിൽ വീണ തൈക്കണ്ടിയിലിന് CMRL കമ്പനി കോടാനുകോടി രൂപ കൊടുക്കാനുള്ള മറ്റൊരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. ഒരേ ഒരു സാഹചര്യമുള്ളൂ, ഒരേ ഒരു സാഹചര്യം. ആ സാഹചര്യം എന്ന് പറയുന്നത് ഈ പണം കൈപ്പറ്റിയ ആളുടെ പിതാവ് എന്ന് പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ അധികാര സ്ഥാനത്ത് ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന ആളും ആ കമ്പനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറഞ്ഞ വകുപ്പ് കയ്യിൽ വെച്ചിട്ടുള്ള ആളുമാണ്. സ്വാഭാവികമായിട്ടും ഈ പണം എന്തിനു വേണ്ടി കൊടുത്തു എന്ന് അന്വേഷിച്ചാൽ ചുമ്മാ ഇരിക്കുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുന്ന വീട്ടിലിരിക്കുന്ന ആളുകൾക്കാർക്കും CMRL പൈസ കൊടുക്കുന്നില്ലല്ലോ. ഈ രാജ്യത്ത് ഒരുപാട് ആളുകളുണ്ട്. ആർക്കെങ്കിലും കോടിക്കണക്കിന് രൂപ കൊണ്ട് കൊടുക്കണ്ടോ? അപ്പൊ അങ്ങനെ വീണയ്ക്ക് കൊടുത്ത പൈസയ്ക്ക് ബാങ്ക് ത്രൂ ആയതുകൊണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ട്രാൻസാക്ഷൻ ആണ്. അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. മറ്റുള്ളവരുടെ പോലെ മറ്റുള്ളവരുടെ ആരോപണം മാത്രമേ കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഇത് ബാങ്ക് മുഖാന്തരം വാങ്ങിയ പൈസ. ഇവർക്ക് എന്തിന് പൈസ കൊടുക്കണം? കോടിക്കണക്കിന് രൂപ. ഒരൊറ്റ സാഹചര്യമുള്ളൂ, അതായത് അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അവരുടെ പിതാവ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രിയുമാണ്. ഈ കമ്പനിയുടെ നിരവധി കാര്യങ്ങൾ ചെയ്തു കിട്ടേണ്ടതും അവർക്ക് കിട്ടിയ ആനുകൂല്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അതിനുവേണ്ടി അങ്ങനെ പിണറായി വിജയൻ ഇതിലേക്ക് വരും, കണക്റ്റഡ് ആവും. അതുകൊണ്ട് ഈ അന്വേഷണത്തിന്റെ പിറവിയിൽ പിണറായി വിജയൻ വരും. അത് കൂടാതെ പിണറായി വിജയന് കോടാനുകോടി കൊടുത്തതായിട്ട് ആ രേഖയിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. രണ്ടുകൂടെ ചേർത്ത് വായിക്കുമ്പോൾ പിണറായി വിജയനിന്റെ ഇൻവോൾവ് ആവില്ലേ? അതുകൊണ്ട് ഇത് വീണ തൈക്കണ്ടിയിലെതിരെ മാത്രമുള്ള അന്വേഷണമായി നിങ്ങൾ കാണണ്ട. അങ്ങനെ എന്തോരം വീണമാര് ഇവിടെയുണ്ട്. ഈ വീണമാർക്ക് ആർക്കും പൈസ കിട്ടിയിട്ടുണ്ടോ? പൈസ കിട്ടിയത് ഒരേ ഒരു വീണയ്ക്കാണ്, പിണറായി വിജയന്റെ മകളായ വീണ വിജയന് അല്ലെങ്കിൽ വീണ തൈക്കണ്ടിയിലിന്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരേ ഒരു കാരണമാണ്. അവരുടെ പിതാവ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അവരാണിത് നിയന്ത്രിച്ചിരുന്നത്. അതിനുവേണ്ടിയാ പൈസ കൊടുത്തത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയന്റെ വീടും റെയ്ഡ് ചെയ്യേണ്ടി വരില്ലേ? പിണറായി വിജയനെ അന്വേഷിക്കേണ്ടി വരില്ലേ? അങ്ങനെയാണ് ഇ ഡി കേസിൽ പിണറായി വിജയൻ ഇന്ന് ഇത് നേരിടേണ്ടി വന്നത്. ശരി, ഓക്കെ. അതല്ലാണ്ട് വെറുതെ ഇരുട്ടുകൊണ്ട് ഓട്ടയെ വടക്കാന്ന് നിങ്ങൾ വിചാരിക്കരുത്. ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ശ്രീ പി ജയരാജൻ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ച കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി ചൂണ്ടിക്കാണിച്ചാൽ നന്നായി. നോക്കൂ, ഇതിപ്പോ 2016 മെയ് മാസത്തിൽ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുന്നു. 2016 ഡിസംബർ മാസത്തിൽ വീണ തൈക്കണ്ടിയിലും ഈ കമ്പനിയും തമ്മിൽ CMRL കമ്പനിയും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാവുന്നു. 5 ലക്ഷം രൂപ പ്രതിമാസ കൺസൾട്ടൻസി ഫീസിന് കൺസൾട്ടന്റായി വീണയെ അപ്പോയിന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് 2017 ഏപ്രിൽ മാസത്തിൽ എക്സാലോജിക് കമ്പനിയുമായി 3 ലക്ഷം രൂപ പ്രതിമാസം നൽകാനുള്ള ഒരു കരാർ കൂടി വരുന്നു. അതനുസരിച്ച് വീണ വിജയന് 8 ലക്ഷം രൂപ വീതം പ്രതിമാസം CMRL എന്ന് പറയുന്ന കരിമണൽ കമ്പനിയിൽ നിന്ന് കിട്ടുകയാണ്. ഈ കമ്പനിക്ക് എന്ത് സേവനമാണ് വീണ വിജയൻ നൽകിയിട്ടുള്ളത്? ഒരു സേവനവും നൽകിയിട്ടില്ല എന്നാണ് ആ കമ്പനി ഉദ്യോഗസ്ഥരുടെ, അതിന്റെ CFO അടക്കമുള്ള ആളുകളുടെ മൊഴി. അത് കോട്ട് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് വ്യക്തമാക്കിയ കാര്യം, ഒരു സേവനവും നൽകാതെ 8 ലക്ഷം രൂപ വീതം എല്ലാ മാസവും വീണ വിജയൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഒരു പ്രോമിനന്റ് പേഴ്സണുമായിട്ടുള്ള ബന്ധം മാത്രം വെച്ചുകൊണ്ട് ഒരാൾ പിണറായി വിജയന്റെ മകളായി എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ ഒരു പ്രമുഖമായ കമ്പനി എല്ലാ മാസവും 8 ലക്ഷം രൂപ അവർക്ക് കൊടുക്കുകയായിരുന്നു 2020 വരെ എന്ന കേസിനെ കുറിച്ചാണ് ഈ അന്വേഷണമൊക്കെ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും വളരെ സുതാര്യമാണ്, തുറന്ന പുസ്തകമാണെന്നൊക്കെ അങ്ങ് പറഞ്ഞല്ലോ. എന്ത് എക്സ്പെർട്ടൈസ് വെച്ച്, ഏത് സേവന പാരമ്പര്യം വെച്ച്, എന്ത് സേവനത്തിനാണ് വീണ തൈക്കണ്ടിയിൽ നിന്ന് 8 ലക്ഷം രൂപ എല്ലാ മാസവും CMRL നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് എന്ന് കേരളത്തോടോ ഈ അന്വേഷണ ഏജൻസിയോടോ ഒക്കെ വിശദീകരിച്ച തീരുന്ന പ്രശ്നമല്ലേ? ഈ അന്വേഷണ ഏജൻസിയോടെങ്കിലും അത് വിശദീകരിക്കാൻ കഴിയുന്നുണ്ടോ? ഇവിടെ ED ഉദ്യോഗസ്ഥന്മാർ അതിലെ ഒരു ഫിനാൻസ് ഓഫീസറെ ചോദ്യം ചെയ്ത അവസരത്തിൽ അവരിൽ നിന്ന് കിട്ടിയ എന്തോ ഒരു വാക്ക് അല്ലെങ്കിൽ വാചകം ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ വീണയെയും പിണറായിയെയും പ്രതിക്കൂട്ടിൽ നിർത്താൻ കഴിയുമോ എന്നാണ് ED നോക്കുന്നത്.
ഇഡിയുടെ ദുരുപയോഗം കാര്യം ചോദിച്ചോട്ടെ, അവര് ബി ജെ ഒരു ചോദ്യത്തിന് വഴങ്ങുന്നുണ്ടോ? പിയുടെ എക്സ്ട്രാ ഡിപ്പാർട്ട്മെന്റായി പ്രവർത്തിക്കുന്ന കാര്യം ആക്ഷേപിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം, എക്സാലോജിക് കമ്പനിക്ക് സർക്കാർ എന്തെങ്കിലും വഴിവിട്ട സഹായം ചെയ്തിട്ടുണ്ടോ? അതിന്റെ അടിസ്ഥാനത്തിലാണോ അല്ല ഭാഗമായിട്ടുള്ള പ്രതിഫലം ആ കാര്യത്തിൽ മാത്യു കുഴൽനാടൻ ഒരു ചോദ്യമുണ്ട്. ചോദ്യം ചോദിക്കൂ. ചോദിച്ചോളൂ. ചോദിക്കാൻ പറ്റാത്ത ചോദ്യം ഉണ്ടെങ്കിൽ ഇവിടെ ചോദിക്കൂ. ഞാൻ അങ്ങ് ഒന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ എല്ലാം അംഗീകരിക്കാം. ചോദിക്കൂ. ഈ ഒരു കരിമണൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് എന്ന നിലയിലാണ് വീണ വിജയൻ ആ എഗ്രിമെന്റിൽ ഒപ്പിട്ടിരിക്കുന്നത്. എഗ്രിമെന്റിൽ ഒരു സേവനവും കൊടുക്കാതെ ഈ കോടിക്കണക്കിന് രൂപ കിട്ടുന്ന അതിനെ അങ്ങ് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അതിന്റെ ജാലവിദ്യ എന്താണ്? അതിന്റെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ? ശരി, കഴിഞ്ഞല്ലോ. കരിമണൽ വിൽക്കാൻ വേണ്ടി മാർക്കറ്റ് കണ്ടുപിടിക്കാൻ പോയ ആളല്ലല്ലോ. എക്സാലോജിക് കമ്പനിയാണ്. അതെ അതെ, തീർച്ചയായിട്ടും എക്സാലോജിക് കമ്പനിയാണ്. ഈ പറയുന്ന AMC അനുസരിച്ച് ഞങ്ങൾ കൊടുത്ത തുക ആനുപാതികമല്ല, അവർ നൽകിയ സേവനത്തിന് ആനുപാതികമായിട്ടുള്ള തുകയല്ല എന്ന് പറയേണ്ടത് മാത്യു കുഴൽനാടനോ കോൺഗ്രസ് നേതാക്കന്മാരോ അല്ല. അത് പറയേണ്ട എക്സാലോജിക് കമ്പനിയാണ്. കമ്പനി കോടതിയിൽ കൊടുത്ത മൊഴിയുണ്ട്. എക്സാലോജിക് വീണയുടെ കമ്പനി, CMRL കമ്പനി. അതെ അതെ, CMRL കമ്പനി. അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സേവനത്തിന് നൽകിയിട്ടുള്ള പ്രതിഫലമാണ് എന്ന് അവര് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇത്തരം കാര്യങ്ങളൊന്നും കോടതിയിൽ ഹാജരാക്കി അതിനനുസരിച്ചുള്ള നടപടിയെടുക്കാൻ കഴിയാതെ പരാജയപ്പെട്ട മാത്യു കുഴൽനാടൻ കോൺഗ്രസിന്റെ രാഷ്ട്രീയമായിട്ടുള്ള സംഘടിതമായിട്ടുള്ള താല്പര്യമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അതിനപ്പുറം വേറെ വസ്തുതയൊന്നും അല്ല. അതിനകത്ത് ശ്രീ പി ജയരാജൻ ഇവിടെ ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യം, എന്ത് സേവനം എന്ന് പറയുമ്പോൾ എന്ത് സേവനം നൽകാനുള്ള എക്സ്പെർട്ടൈസ് ആണ്, കോമ്പിറ്റൻസ് ആണ് വീണ തൈക്കണ്ടിയിൽ എന്ന എക്സാലോജിക്കിന്റെ ഏക ഡയറക്ടറായ വ്യക്തിക്കുള്ളത്? 5 ലക്ഷം രൂപ പ്രതിമാസം കൺസൾട്ടൻസി ഫീസ് വാങ്ങണമെങ്കിൽ നല്ല എക്സ്പെർട്ടൈസ് ഉള്ള ഒരാൾക്ക് കൊടുക്കാം. അതുണ്ടായിരുന്നോ വീണ തൈക്കണ്ടിയിലിന്? അല്ല, വീണയുടെ കമ്പനി പല കമ്പനികളുമായിട്ടും എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടല്ലോ. ഇതിന് മാത്രം എന്താ പ്രത്യേകത? അവർ സേവനം നൽകിയിട്ടുള്ള അവർ കമ്പ്യൂട്ടർ സ്ഥാപനമാണ്. അപ്പൊ അവർക്ക് അവരുടെ സേവനം ലഭ്യമാകും എന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കർത്തയുടെ കരിമണൽ കമ്പനിക്ക് ഈ സേവനം ലഭിക്കും എന്ന അടിസ്ഥാനത്തിലാണല്ലോ അവർ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടാവും. ശരി, ഓക്കെ, ഒരു സെക്കൻഡ്. എന്താണ് ശ്രീ മാത്യു, നമുക്ക് ഇടവേളയിലേക്ക് പോണതിന് മുമ്പ് എന്തായിരുന്നു ഫാക്ച്വൽ കറക്ഷൻ? സഖാവ് ജയരാജൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കമ്പനിക്ക് 3 ലക്ഷം രൂപയിൽ വീണ അങ്ങ് പറഞ്ഞ കമ്പനി മേടിച്ചിട്ടുണ്ടാവും, കമ്പനിക്ക് എക്സ്പെർട്ടൈസ് ഉണ്ടാവും എന്നാണല്ലോ പറഞ്ഞത്. അനദർ എഗ്രിമെന്റ് 5 ലക്ഷം വാങ്ങിച്ചത് വീണ വിജയൻ വ്യക്തി കൺസൾട്ടന്റ് എന്ന നിലയിലാണ്, കമ്പനി എന്ന നിലയിലല്ല. അങ്ങ് മനസ്സിലാക്കണം. അങ്ങയുടെ സഹപ്രവർത്തകനായ പിണറായി വിജയന്റെ മകൾക്ക് മാർക്കറ്റിംഗ് കരിമണൽ വിൽക്കാനായിട്ട് എന്ത് എക്സ്പെർട്ടൈസ് ആണ് ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. എക്സാലോജിക് കമ്പനി സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയ കമ്പനിയാണ്, അതിനുവേണ്ടി വേറെ 3 ലക്ഷം. അതായിക്കോട്ടെ, അതിപ്പോ അങ്ങ് പറഞ്ഞ വാദം ഞാൻ അംഗീകരിക്കാന്ന് കൂട്ടിക്കോ. കമ്പനി ഇപ്പൊ അത്രയും വലിയ കമ്പനിയാണ്, ആനുവൽ മെയിൻ്റനൻസ് ആണ് 3 ലക്ഷം കൊടുത്തു. ഈ മകൾക്ക് പേഴ്സണലായി കൺസൾട്ടന്റ് എന്ന നിലയ്ക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുത്ത പൈസ ഉണ്ട്, മാസം 5 ലക്ഷം രൂപ വീതം, ഏതാണ്ട് 60 ലക്ഷം രൂപ വരുന്ന, അങ്ങനെ 1.5 വർഷം 1.2 കോടി രൂപ വാങ്ങിയത്. അപ്പൊ അതിന് എന്ത് എക്സ്പെർട്ടൈസ് ആണ് വീണയ്ക്കുള്ളതെന്ന് ചോദിക്കണേ. അല്ലാണ്ട് കമ്പനിക്ക് എക്സ്പെർട്ടൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങേക്ക് അങ്ങനെ വല്ല അറിവുണ്ടോ? ശ്രീ പി ജയരാജൻ, അല്ല, അവര് അതാത് കമ്പനിയാണല്ലോ തീരുമാനിക്കേണ്ടത്. ഇപ്പൊ 2016 എഗ്രിമെന്റ് കമ്പനിയല്ല വ്യക്തി കർത്തയുടെ കമ്പനിയും വീണയുടെ കമ്പനിയുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോ ഒരു പുറത്തുള്ള കക്ഷിയായിട്ടുള്ള മാത്യു കുഴൽനാടനോ അത് ചോദിക്കേണ്ടത്? ആ കമ്പനികൾ തമ്മിലുള്ള ഒരു ധാരണയാണല്ലോ, എഗ്രിമെന്റ് ആണ്. ആ എഗ്രിമെന്റ് തുകയൊക്കെ ബാങ്ക് ത്രൂ കമ്പനിയും വീണയുടെ കമ്പനിയുമായിട്ടല്ല കൊടുത്തത്, നിയമപരമായിട്ടുള്ള പണമായിട്ടാണ് വീണയുമായിട്ടൊരു എഗ്രിമെന്റ്. അതിനെ കുറിച്ചാണ് ചോദിക്കണേ. ശരി, 2016 ഡിസംബർ 5 സൈൻ ചെയ്തിട്ടുള്ള ഒരു കരാറുണ്ട് വീണ തൈക്കണ്ടിയിലും CMRL കമ്പനിയും തമ്മിൽ. അതെ അതെ,
കൺസൾട്ടന്റ് ആയിട്ട് നിയമിച്ചുകൊണ്ട് ആ കൺസൾട്ടൻസി ഫീസ് അതെ, ആയിട്ടാണ് 5 ലക്ഷം രൂപ അതൊക്കെ എല്ലാ മാസവും നിയമപരമായിട്ടുള്ള അക്കൗണ്ടിൽ വന്നത്. ആണല്ലോ. അങ്ങനെയാണ് 55 ലക്ഷം രൂപ മൊത്തം വീണ തൈക്കണ്ടിലിന് കിട്ടിയത്. അതിൽ തീർച്ചയായിട്ടും അക്കൗണ്ടിൽ വന്ന പൈസയാണ്. അതെ, അതിലെ എക്സ്പെർട്ടൈസ് എന്താണ് നടന്നത് ചോദിച്ചത്. നമ്മൾ ആ ചർച്ച ഒരുപാട് നടത്തിയതാണ്. ഇനി ഒരു 10 മിനിറ്റ് കൂടി ചർച്ച ചെയ്താലും അതുകൊണ്ട് ഒരു തീരുമാനമാവില്ല. അതുകൊണ്ട് എനിക്ക് അത് എക്സ്പെർട്ടൈസ് എന്താണോ അദ്ദേഹത്തിന് അറിയാവുന്ന പറയാലോ. എന്താണോ എന്നുള്ളത് ആരാ നിശ്ചയിക്കേണ്ടത്? ന്യായീകരിക്കുന്നോണ്ടാണ്. ആ കർത്തയുടെ കമ്പനിയാണ്, കരിമണൽ കമ്പനിയാ തീരുമാനിക്കേണ്ടത്. ശരി, അവര് എക്സ്പെർട്ടൈസ് ആണോ അല്ലയോ എന്നുള്ളത് അവരാ തീരുമാനിക്കേണ്ടത്. ശരി, ഓക്കെ. എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം സമയം പോലെ മടങ്ങി ചർച്ച